ഹായ് എവ്രി വൺ. ഞാനും എൻ്റെ ഹൗസ് മേറ്റ്സായിട്ട് നയാഗ്ര ഫാൾസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ. ഇപ്പോൾ 1 മന്തായി ഞാനിപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണേ. ഞാൻ വന്നപ്പോൾ ഒരു പ്രാവശ്യം നയാഗ്ര ഫാൾസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വന്ന ആ ഒരു മന്ത് ഡിസംബറിൽ വിൻ്റർ സീസണിലാണെന്ന് പോയത്. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് നമ്മൾ കണ്ടത്. അപ്പം ഡേ ടൈമിൽ എങ്ങനെയാണ് നയാഗ്ര ഫാൾസ് എന്നുള്ളത് കാണാനായിട്ട് പോവുകയാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ബ്രാംപ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ നിന്ന് ഒരു 3 or 4 ബസ് എടുത്തിട്ട് വേണം നയാഗ്ര ഫോൾസിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ബർലിംഗ്ടൺ, ഹാമിൽട്ടൺ ആ റൂട്ടിലൂടെയാണ് നമ്മൾ ബസ്സിൽ പോയത്. അങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ പോയത്. കേരളത്തിൽ പോയ പോലൊരു തോന്നലുണ്ടായി. എന്ന് വെച്ചാൽ സൈഡ് വ്യൂ അങ്ങനെയായിരുന്നു. ഒരു കൺട്രി സൈഡായിട്ടുള്ള ഹൈവേൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 hours പ്ലസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടം വരെ എത്താനായിട്ട്. നമ്മൾ ബർലിംഗ്ടൺ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത റൂട്ടാണ്. അപ്പം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഗോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഊബർ എടുത്തിട്ടാണ് ഫോൾസിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നയാഗ്ര ഫാൾസിൽ എത്തിയിരിക്കണേ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അന്ന് ഞാൻ കണ്ടത് രാത്രിയിലായതുകൊണ്ട് എനിക്ക് ഇത്രയും എൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹമാണ് നയാഗ്ര ഫാൾസ് കാണണം എന്നുള്ളത്. അപ്പം എൻ്റെ അമ്മേനോടൊക്കെ പറയുമ്പം പണ്ടത്തെ ഏതോ സിനിമയിലൊക്കെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് ഏതോ ഒരു മലയാള സിനിമയൊക്കെ ഉണ്ട്. അപ്പം എല്ലാ മനുഷ്യർക്കും ഒരുമാതിരിപ്പെട്ടവർക്ക് ആഗ്രഹം ഉണ്ടാകും വരാൻ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെ നിന്നപ്പം. നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തു. ചെന്നിറങ്ങിയപ്പോൾ നമുക്കൊരു വിഷമമുണ്ടായി. അന്നേരം അങ്ങ് മഴ അങ്ങ് പെയ്തു. പിന്നെ അതൊക്കെ അങ്ങ് മാറി കേട്ടോ. അതിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ അവിടെ കയറി കുറച്ച് നേരം അതിനുള്ളിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നിന്നപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോൾസിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. പണ്ട് തൊട്ടേ എനിക്ക് ഈ വെള്ളം കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആകും ഞാൻ. ചെറിയൊരു തോട്ടിൽ പോയാലും എനിക്ക് അങ്ങനെയാണ്. അപ്പം പിന്നെ നയാഗ്ര ഫോൾസ് കാണുമ്പം എനിക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നമ്മൾ 3 പേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്നാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. എന്ത് ക്ലിയറായിട്ടുള്ള വെള്ളമാണ് പോകുന്നതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ഭയങ്കര വലിയ അത്ഭുതങ്ങളാണിതൊക്കെ. ലൈഫിൽ നമ്മൾ വൺസ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടറിയണമല്ലോ. നമ്മൾ ഫോണിലൂടെ മാത്രം കണ്ടാൽ പോരാ, ഇങ്ങനെ നേരിട്ട് ഇതൊക്കെ കണ്ട് അനുഭവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ കാണുന്ന ക്രൂസിൽ അതിലെന്തായാലും കയറിയിട്ടേ പോകത്തുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. മഴ ചതിക്കാതിരുന്നാൽ നമുക്ക് കാണാം, കയറാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഹൗസ് മേറ്റ്സ് സാനിയ ആൻഡ് സോനു. പ്രായം കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും ഇവരാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇപ്പോഴാണ് വരാൻ പറ്റും. കാനഡയുടെ ഫോൾസിലേക്ക് പോകുന്ന ആൾക്കാരാണ് റെഡ് കളറിലെ റെയിൻകോട്ട് ഇട്ടിട്ട് പോകുന്നത്. യുഎസിൻ്റെ ഫോൾസിലേക്ക് പോകുന്നവർക്ക് ബ്ലൂ കളറായിരുന്നു.
പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇതാണ് US ഫോൾസ്. ഇപ്രാവശ്യമുള്ളതാണ് കാനഡേൻ്റെ. അപ്പം എപ്പോഴും ഒരു മഴവില്ല് അവിടെ വിസിബിളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. മഴയൊക്കെ പോയി. അപ്പം നമ്മൾ ക്രൂസിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ക്രൂസിൽ കയറാൻ ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. എത്രയായിരുന്നു ചാർജ് എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഐ തിങ്ക് അറൗണ്ട് ഒരു $40 എങ്ങാണ്ടായി എന്ന് തോന്നുന്നു. നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ അത് വേർത്താണ്. ലൈഫിൽ നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം അത് ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നമുക്കിനിയും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വേണം കയറാനായിട്ട്. എന്തായാലും നനയും. റെയിൻകോട്ട് ഇട്ടാലും നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വന്നവരെയൊക്കെ കണ്ടായിരുന്നു. ഫുൾ എന്തായാലും നമ്മൾ നനയും. ഇത്രയും വലിയൊരു ഫോൾസിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. ഇത് കാനഡേൻ്റെ ഫോൾസാണ്. നമ്മൾ മുമ്പേ കണ്ട പാർട്ടാണ് US-ൻ്റെ. രണ്ട് സൈഡിലായിട്ടാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ഒരു രസം അറിയത്തുള്ളൂ. എത്ര വെള്ളം വീണിട്ടാണെങ്കിലും എന്ത് ഭംഗിയായിരുന്നു, എന്ത് രസമായിരുന്നു. ഇനിയും പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ആയിരിക്കും ഞാൻ ഈ നയാഗ്ര ഫോൾസ് ഇങ്ങനെ ക്രൂസിൽ വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നത് ഒറ്റൊരു കാര്യമാണ്. ക്രൂസിൽ എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സ് എങ്ങാണ്ടാണ് ടൈമുള്ളൂ. പക്ഷേ ആ 15 മിനിറ്റ്സ് ഭയങ്കര എളുപ്പം പോയി. എന്ന് വെച്ചാൽ എനിക്ക് അത് ആസ്വദിച്ച് മതിയായില്ലായിരുന്നു. അതുകൊണ്ട് അത് മാത്രം ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു എന്ന് തോന്നി. കുറച്ച് നേരം ഫോണൊക്കെ താത്ത് വെച്ചിട്ട് അത് നിന്നങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ആ മുഖത്ത് ആ വെള്ളം വീഴുമ്പോഴും എന്ത് രസമാണെന്നറിയോ. പിന്നെ എവിടെ പോയാലും ചെടീൻ്റെ കമ്പ് വാങ്ങുന്ന എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ചെടികളുടെയൊക്കെ ഒരു പാർട്ട്. ഇത് നയാഗ്രേൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ട്രീറ്റാണ്. ക്ലിഫ്റ്റൺ ഹിൽസ് എന്നാണെന്ന് തോന്നുന്നു പറയണേ. ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, പിന്നെന്താ മൂവി ഹൗസുകൾ, അതായത് പിന്നെ വാക്സ് മ്യൂസിയം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മളതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് കേട്ടൊക്കെ നടന്നു. ഇത് ഞാൻ അന്ന് നൈറ്റിൽ വന്നപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ്. ഞാൻ ഈ സ്കൈ വീലിൽ കയറാൻ പോവാണ്. പോയിട്ട് വരാം. ബൈ. സ്കൈ വീലിൽ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു $20 ആയിരുന്നു ചാർജ്. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പണ്ട് തൊട്ടേ കയറാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. സ്കൈവിൽ ഇരുന്നപ്പോൾ നമുക്കിങ്ങനെ നയാഗ്രേൻ്റെ ഒരു ഫുൾ വ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് നമ്മളെ ഹെലിക്യാമൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഡ്രോൺ വ്യൂ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ രാത്രിയായി, നമുക്ക് വിശപ്പും തുടങ്ങി. നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി കിഴിപ്പൊറോട്ടയാണ് കഴിച്ചത്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു അടുത്തത്. നല്ലൊരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വന്നതൊക്കെ.